നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ദിവസം ഒരു സൺഡേ ആണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമുക്ക് സൺഡേ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഞങ്ങളുടെ ഒരു തിരക്കേറിയ ഒരു ദിവസമാണ്. ഇന്നും അതുപോലെ തന്നെയാണ്. ബിക്കോസ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് പള്ളിയിൽ പോകണം. അപ്പം പള്ളിയിൽ പോകുന്നത് മാത്രമല്ല, ഇന്ന് ഈവനിങ് ആണ് ഞങ്ങൾ ചർച്ചിൽ പോകുന്നത്. ചില സമയങ്ങളിൽ മോർണിംഗ് പോകാറുണ്ട്. ഇന്ന് ഈവനിങ് ആണ് പോകുന്നത്. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് എടപ്പള്ളി പള്ളിയിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ പോരും. ഇന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ട്, കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ട്, ഒരു സാധനം വാങ്ങിക്കാനുണ്ട്. കുറേ നാളത്തെ ആഗ്രഹം, ഞാനായിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ സാധനമുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഇന്നത്തെ സൺഡേ വ്ലോഗ് എടപ്പള്ളി പള്ളിയിലേക്ക് ഇപ്പോൾ പള്ളിയിൽ പോവുകയാണ്. പള്ളിയിൽ പോകുന്നതിന് മുന്നേ ഒരു സാധനം കളക്ട് ചെയ്യാനുണ്ട്. അത് കളക്ട് ചെയ്തിട്ട് പള്ളിയിൽ പോകണം. ഓക്കെ, വഴിയെ കാണാം. നമുക്ക് പോവാം. ഇനി എന്താണെന്നുള്ള സർപ്രൈസ് ഒന്നും ഞാൻ അങ്ങ് വെച്ചുകൊണ്ടിരിക്കുന്നില്ല. ഞാനിപ്പോൾ നേരെ വന്നത് എടപ്പള്ളിയിലുള്ള നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിലേക്കാണ്. എന്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടാവല്ലോ, എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ കുഞ്ഞുനാളിൽ എനിക്ക് പിന്നെ ആഗ്രഹിച്ച പോലെ സ്വർണം എല്ലാ ഗോൾഡും ഉണ്ടായിരുന്നു. വലുതായപ്പോഴും ഞാൻ വാങ്ങിച്ചതായിട്ട് കുറച്ച് ഗോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ അവിടുത്തെ ചേട്ടൻ മനുചേട്ടനാണേ, നക്ഷത്രയിലെ മനുചേട്ടൻ. എപ്പോൾ പോയാലും മനുചേട്ടനാണ് നമുക്കെല്ലാ സാധനങ്ങൾ എടുത്തു തരുന്നത്. അപ്പം ഇപ്പോഴും ഇതെന്താ സാധനം എന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇതൊരു അരഞ്ഞാണാണേ. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് പിന്നെ ഇന്ന് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച് വെച്ചിരുന്ന ഒരു സാധനമാണ് അരഞ്ഞാണം. എൻ്റെ വേറെ കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു, അതെല്ലാം കൊണ്ട് കൊടുത്ത് കുറച്ച് പൈസയും കൂടെ കൂട്ടിയിട്ട് ഞാനൊരു അരഞ്ഞാണം ഓർഡർ ചെയ്തു. ഒത്തിരി നാളത്തെ ആഗ്രഹം. വലുതായപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ അരഞ്ഞാണം വാങ്ങിച്ചിടുക എന്നുള്ള രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. സ്വർണ്ണത്തിൻ്റെ അരഞ്ഞാണം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളിയായിരുന്നു. പിന്നെ കുറേ നാൾ എനിക്ക് അരഞ്ഞാണമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു, ഒരു അരഞ്ഞാണം വേണം, അതും സ്വർണ്ണത്തിൻ്റെ അരഞ്ഞാണം വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം എനിക്ക് തന്നെ സാധിച്ചെടുത്തിരിക്കുകയാണ്. ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അത് എനിക്ക് നേടിയെടുത്തു. അപ്പം ഞാനിത് കഴുത്തേലിട്ട് നോക്കുക. ആ ചേട്ടൻ പറഞ്ഞു കഴുത്തേലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാലയായിട്ട് യൂസ് ചെയ്യാമെന്ന്. പിന്നെ എൻ്റെ മമ്മിയുടെ കയ്യിൽ 2 വളയുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വളയും കൂടെ ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ. ഇതപ്പം മമ്മിക്കൊരു 3 വള ഞാൻ മാറ്റി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാലയും വാങ്ങിച്ചു കേട്ടോ. ഓൾറെഡി കഴുത്തിലെ മാല, ഈ ചെറിയൊരു മാല ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പഴയതായിരുന്നു. അത് എക്സ്ചേഞ്ച് ചെയ്തെടുത്തതാണ്. ഈ മാലയും 3 വളയും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തെടുത്തതാണ്. പള്ളി പോകാൻ വേണ്ടിയിട്ട് ടൈം ആകുന്നതേ ഉള്ളൂ. 5:20 എടപ്പള്ളി പള്ളിയിലെ കുർബാനയുള്ളത്. അപ്പം നമ്മൾ വേഗം സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു. ഇപ്പം 5:10-15 ഇനിയൊരു കുറച്ച് സമയം കൂടെ വേണമല്ലോ. അപ്പം നമ്മൾ വേഗം ചേട്ടൻ എനിക്ക് ബില്ലൊക്കെ പേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിയുടെ കയ്യിലേക്ക് ആ ഗോൾഡ് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. ബിക്കോസ് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇന്ന് പൂവണിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ എടപ്പള്ളി പള്ളിയിലേക്ക് വന്നു. പള്ളി എത്തി. ഇപ്പോൾ നേരെ ഞങ്ങൾ പള്ളി കയറി കുർബാന സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഫസ്റ്റത്തെ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പള്ളിക്കകത്തേക്ക് കയറാൻ പോവുകയാണേ. അപ്പം എല്ലാം കറക്റ്റ് പറഞ്ഞ പോലെ പ്രോപ്പർ ടൈമിലാണ്. അങ്ങനെ പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളിനി നേരെ സുദിയോയിലൊന്ന് കയറണമായിരുന്നു. അപ്പോൾ സുദിയോയിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്നുണ്ട് പാനിപ്പൂരിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന്. അപ്പോൾ മമ്മി പറഞ്ഞു എനിക്ക് പാനിപ്പൂരി വേണ്ട, എനിക്ക് ജസ്റ്റ് ഒരു അവിടുത്തെ നല്ല ഒരു സമൂസ, ബംഗാളി സമൂസ കിട്ടൂലേ, അത് മതി എന്ന് പറഞ്ഞു. മമ്മിക്കൊരു സമൂസ മേടിച്ചു കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക. എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. പാനിപ്പൂരി സമൂസ ചാറ്റായിരുന്നു പണ്ട്, ഇപ്പം ബേൽപൂരിയാണ് ഇഷ്ടമുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതൊക്കെ? പാനിപ്പൂരി, ബേൽപൂരി, ഇങ്ങനത്തെ ഈ ചാറ്റുകളുടെ ഇഷ്ടമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് പോരുന്ന വഴിക്ക് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ എടപ്പള്ളി ടോളിൻ്റെ അവിടെ നിന്ന് തന്നെ കഴിച്ചു. പാനിപ്പൂരി മേടിച്ചു കഴിച്ചു. മമ്മി ഒന്നൊക്കെ കഴിക്കും. എനിക്കാണ് ഭയങ്കര ഇഷ്ടമുള്ളത്. മമ്മിക്ക് അത്ര വലിയ താല്പര്യമില്ലെങ്കിലും ഞാൻ മേടിക്കുമ്പോൾ ഒന്നൊക്കെ കഴിക്കും, ചെറുതായിട്ട് 1-2 ആയിട്ട് കഴിക്കും, അത്ര മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇത് കുറച്ച്
നാളെ മുന്നത്തെ വീഡിയോ ആണ്. കുറച്ച് നാളൊന്നല്ല, ഒരാഴ്ച മുന്നത്തെ വീഡിയോ ആണ്. പോസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ലേറ്റായി. ഈ കഴിഞ്ഞ സൺഡേ അല്ല, അതിന് മുന്നത്തെ സൺഡേയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. സൺഡേ ഞങ്ങളുടെ ഒരു ഈവനിങ് ടൈമാണ്. സ്റ്റുഡിയോയിൽ എന്തൊക്കെയോ ഓഫർ സ്റ്റാർട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് നോക്കാൻ പോവാണ്. ഇപ്പം എടപ്പള്ളി സ്റ്റുഡിയോയിലാണ് ഉള്ളത്. കാരണം അനുവിന് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എളുപ്പം. അപ്പം അനുവിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇതിപ്പോൾ സ്റ്റുഡിയോ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഓഫർ, ഓഗസ്റ്റ് 1 മുതൽ ആഗസ്റ്റ് അവസാനം വരെ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും മമ്മിയും പിന്നെ അനുവും കൂടെ, ഞാനും ഇപ്പോൾ അതിനകത്തുണ്ട്. നോക്കട്ടെ കേട്ടോ, അനു അകത്തുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കട്ടെ. അല്ല ഓഫർ, ഓഫർ ഉണ്ട് കേട്ടോ, നല്ല ഓഫർ ഉണ്ട്. എത്തിയിട്ടുണ്ട്. സെയിലിട്ടൊക്കെ നല്ല തിരക്കും ഉണ്ട്. 299 രൂപ സെയിലൊക്കെ. ഇനി അനുവിനെ തപ്പട്ടെ. അനു അകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ഇതേ നിൽക്കുന്നു. കിട്ടി. കുറെ വാരി എടുത്തിട്ടുണ്ടല്ലോ. ഇതാണോ കുറച്ച് നിന്റെ? ഇല്ലടി, കഴിഞ്ഞ ആഴ്ച പോയിട്ട് കുറെ ഡ്രസ്സൊക്കെ വാരി എടുത്തേ. നല്ല ഓഫർ ഉണ്ട് കേട്ടോ, നല്ല തിരക്കാണ് എല്ലാവരും. ഇത് 299 രൂപയിൽ കാണുന്നു കുർത്തക്കൊക്കെ. പക്ഷെ അത് എനിക്ക് ഭയങ്കര വലുതാ. ഒന്നെങ്കിൽ മീഡിയം ഉണ്ട്, അല്ലെങ്കിൽ ലാർജ് ഉണ്ട്. ലാർജല്ലേ വേണ്ടത്? അത് ലാർജാ. അതല്ല പച്ച പച്ച, അതുപോലെ ഇതിന്റെ അത് വലുതാ. മീഡിയം എടുത്ത് നോക്കട്ടെ. ഇതിന്റെ ലാർജ് ഉണ്ടോ? അങ്ങനെ സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഇപ്പം എന്ത് വാങ്ങിക്കുകയാണെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് ഒരു ബ്രാൻഡഡ് സാധനം കിട്ടുന്നത് സ്റ്റുഡിയോ ആണ്. അപ്പം എനിക്ക് കുറച്ച് നൈറ്റ് ഡ്രസ്സുകൾ വേണമായിരുന്നു, നൈറ്റ് വെയറുകൾ വേണമായിരുന്നു. അപ്പം നൈറ്റ് വെയറുകൾ ഇങ്ങനെ നോക്കുകയാണ്. ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ജസ്റ്റ് അതെടുത്തു. പിന്നെ ഇനി അടുത്ത വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നോക്കുകയാണേ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ ഇനി നമുക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ കാക്കനാട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ കാക്കനാടേക്ക് വന്നു. കാരണം അവിടെ ഫുള്ള് കണ്ടിട്ട് ഇനി ഇവിടെ നമ്മൾ പോകുന്ന വഴി തന്നെയാണല്ലോ, ഇവിടെ എന്തെങ്കിലും ഓഫർ ഉണ്ടാവുന്ന പോലെ. പിന്നെ ആസ് യൂഷ്വൽ ഒരു മിറർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിഷോ എനിക്ക് സ്ഥിരമായതുകൊണ്ട് ഞാൻ ആ മിററിൽ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിലേ നടന്നു കുറച്ച് തപ്പി 2-3 കുർത്തിയൊക്കെ കണ്ടു. വെറുതെ നോക്കി നടന്നു. എനിക്കിങ്ങനെ പർച്ചേസ് ചെയ്തില്ലെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചില്ലെങ്കിലും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ ട്രൈ ചെയ്ത് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാങ്ങിയില്ലെങ്കിലും കണ്ടാസ്വദിക്കാമല്ലോ, നമുക്ക് ഇടാൻ പറ്റിയില്ലെങ്കിലും കണ്ടാസ്വദിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. എനിക്ക് ഈ ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഒത്തിരി വാങ്ങിച്ചില്ലെങ്കിലും ഇതെല്ലാം കണ്ട് എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടെങ്കിൽ ആ ഓഫറുള്ള തപ്പി തിരഞ്ഞെടുത്ത് പിടിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. എനിക്ക് മാത്രമല്ല, മമ്മിക്കും അതിഷ്ടമാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഡാനും, നേരത്തെ നിങ്ങൾ കണ്ടില്ല, എടപ്പള്ളിയിലെ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടില്ല, അവളാണെങ്കിലും ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തപ്പി നടക്കുന്ന ഒരു കൂട്ടത്തിലാണ്, ഓഫേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഇപ്പം കാക്കനാടത്തെ സ്റ്റുഡിയോയിൽ വന്നിട്ടും തപ്പിക്കൊണ്ട് നടക്കുകയാണ്. തപ്പി എൻ്റെ കയ്യിലൊരു 2-3 കുർത്തികൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് പറ്റുന്നതാണെങ്കിൽ എടുക്കാം. അത് ഓഫറിലുള്ളതാട്ടോ. 199 രൂപ, 299 രൂപ, അങ്ങനെ എന്തൊക്കെയുള്ള 2 സാധനങ്ങളാണ്, ഐറ്റമാണ്. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് കുർത്തയൊക്കെ എടുക്കണം. എൻ്റെ പഴയതൊക്കെ എനിക്ക് ഭയങ്കര ടൈറ്റായി ഗൈസ്. ഇറ്റ്സ് മീൻസ് എനിക്ക് വണ്ണം വെച്ചു, എനിക്ക് തടി വെച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ആരും തെറ്റിദ്ധരിക്കേണ്ട, എൻ്റെ മമ്മിക്ക് നന്നായിട്ട് ക്യാമറ വീഡിയോസ് എടുക്കാൻ അറിയുന്നത് കൊണ്ട് വീഡിയോസ് മൊത്തം ഷെയ്ക്ക് ആവുന്നുണ്ട്, നല്ല രീതിയിൽ അറിയാം. പക്ഷെ എന്നാലും എൻ്റെ എല്ലാ വീഡിയോസും മമ്മി തന്നെയായിട്ടോ എടുക്കുന്നത്. പുള്ളിക്കാരത്തേക്ക് വീഡിയോ എടുത്ത് തടാനും എന്നെ എപ്പോഴും വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മിയാണ്. കാരണം എനിക്ക് അങ്ങനെ വീഡിയോ ഇടണം എന്നൊന്നുമില്ല. പക്ഷേ മമ്മി ഇങ്ങനെ എപ്പോഴും നിർബന്ധിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഞാൻ ഈ ഞാൻ അവിടെ നിന്ന് കോസ്മെറ്റിക്സ് ഒന്നും വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ. പെർഫ്യൂംസ് വാങ്ങിക്കും, നല്ല സ്മെല്ലാണ്. അപ്പോൾ പെർഫ്യൂംസ് നോക്കും.
പിന്നെ അല്ലാതെ വേറൊരു സാധനവും നോക്കത്തില്ല. പിന്നെ മമ്മീനെ ഞാൻ മിററിൽ വീഡിയോ എടുക്കാൻ പഠിപ്പിച്ചു കൊടുത്തു, വെറുതെ ഒന്ന് ഷോ കാണിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി നേരെ വന്നത് കാക്കനാടുള്ള മിനിസോയിലാണ്. മിനിസോയിൽ 2-3 സാധനം നോക്കാനുണ്ടായിരുന്നു, വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിനിസോയിൽ വന്നത്. ഇത് നമ്മുടെ മേക്കപ്പിൻ്റെ സാധനങ്ങൾ, നമ്മുടെ കയ്യിലുള്ള കോസ്മെറ്റിക്സ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ബോക്സാണ്. അപ്പോൾ അത് ഞങ്ങൾ നോക്കി പിന്നെ അതിലേക്കിടെ വേറെ 2-3 സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. എല്ലാം നോക്കി പതുക്കെ ഇറങ്ങി. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല, മിനിസോയിൽ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ട്, കുഞ്ഞു സാധനങ്ങൾ, നല്ല മിററും അതുപോലത്തെ ഷോപ്പീസും ലൈക്ക് ടവൽസും എല്ലാ സാധനങ്ങളും നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു സാധനങ്ങളുണ്ട്. ഭയങ്കര വലിയ റേറ്റ് അല്ലെങ്കിലും റേറ്റാണ്, അത്യാവശ്യം റേറ്റാണ്. പിന്നെ മിനിസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്, അതിൻ്റേതായിട്ടുള്ള റേറ്റും ഉണ്ടാകും. അപ്പം ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ നോക്കി ഓർഡർ ചെയ്ത് ലൈക്ക് വാങ്ങിച്ചു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. മിനിസോന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിൽ കയറിയിരുന്ന് എവിടെന്നെങ്കിലും കഴിക്കണോ അതോ പാഴ്സൽ വാങ്ങിക്കണമെന്ന്. ബിക്കോസ് നമ്മൾ നേരത്തെ ആ പാനിപ്പൂരിയൊക്കെ കഴിച്ചത് കൊണ്ട് വയറിച്ചിരി നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല വീട്ടിൽ ചെന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ ആ ഫുഡ് കഴിച്ചാൽ കൊള്ളാമെന്നൊരു പ്ലാനിങ്ങും കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ, മമ്മി ആദ്യമായിട്ടാണ് മിനിസോയിൽ വരുന്നത്, ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. മമ്മി ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുകയാണ്, ഓരോ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും വെറുതെ, ഇവിടെയൊക്കെ ഞാൻ എപ്പോഴും വരുന്ന സ്ഥലമാണെങ്കിൽ പോലും ഞാനും ചുമ്മാ ഇതിൽ ഒന്ന് നോക്കി നടന്നു. വേണോ? മമ്മി ആദ്യമായിട്ട് കാണുന്നത് പോലെ ഓരോ സാധനങ്ങളും അരിച്ചു പെറുക്കി നോക്കിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും അവിടെ ഒരു മിറർ കണ്ടു. ആ മിറർ കണ്ടപ്പോൾ ഞാൻ അതിശയപ്പെട്ട് വീണ്ടും നോക്കി. ഇത് നല്ല രസമില്ല. കുറേ സ്ഥലത്തൊക്കെ പോയി പല സാധനങ്ങൾ വാങ്ങിച്ചു, പല സ്ഥലങ്ങളിൽ കയറിയതെല്ലാം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഓൾറെഡി ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ്. കുഴിമന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇരുന്ന് കഴിക്കണില്ല എന്ന് വിചാരിച്ചു, വയറ് ഫുള്ളാണ്. പാനിപൂരിയൊക്കെ കഴിച്ചു കണ്ടില്ലേ, അപ്പോൾ വയറ് ഫുള്ളായതുകൊണ്ട് മമ്മി പറഞ്ഞ് വീട്ടിൽ പോയിട്ട് കുഴിമന്തി കഴിക്കാമെന്നല്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇന്നത്തെ സൺഡേ ഞങ്ങൾ ഇങ്ങനെ പോയി ഒരു 10 മണിയായി. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.